നമസ്കാരം പ്രേക്ഷകരെ, ഇന്നലെ രാത്രി ഉടനീളം തന്നെ ജസ്പ്രീത് ബുംറ ടീമിൽ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ള സംശയമുനയിലായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ. കാരണം വൈകുന്നേരത്തോടു കൂടി തന്നെ കൃത്യമായ ഒരു ധാരണയിലേക്ക് എത്തുമെന്ന് വിചാരിച്ചെങ്കിൽ പോലും വൈകുന്നേരം തീരുമാനമുണ്ടായില്ല. രാത്രി അർദ്ധരാത്രി എത്തി കാര്യങ്ങൾ അറിയാൻ. കാരണം ഫെബ്രുവരി 11 ആണ് അവസാനം ടീം ലിസ്റ്റ് തയ്യാറാക്കി നൽകേണ്ടത്. അത് ഏറ്റവും അവസാനത്തെ നിമിഷം വരെ കാത്തിരുന്നു. പക്ഷേ നിരാശയായിരുന്നു ഫലം. ജസ്പ്രീത് ബുംറ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ ടീമിൽ ഉണ്ടാകില്ല എന്നുള്ള വളരെ വേദനാജനകമായ വാർത്തയാണ് വരുന്നത്. ആ വാർത്ത വന്നതിന് പിന്നാലെ അർദ്ധരാത്രി ഈ വാർത്തയ്ക്ക് വേണ്ടി കാത്തിരുന്ന ഓരോ ക്രിക്കറ്റ് ആരാധകരും വലിയ ഞെട്ടലിലും ദേഷ്യത്തിലും സങ്കടത്തിലുമായിരുന്നു. കാരണം ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യക്ക് നേടണമെങ്കിൽ ജസ്പ്രീത് ബുംറ ഒരു അനിവാര്യമായ ഘടകമായിരുന്നു എന്നുള്ള ഓരോ തോന്നലുകൾ തന്നെയാണ് അതിന് കാരണം. ഇന്ത്യക്ക് ചാമ്പ്യൻസ് ട്രോഫി നേടാനാകില്ല എന്ന് പോലും ചിന്തിക്കുന്ന ആരാധകർ നിലവിലുണ്ട്. പക്ഷെ അങ്ങനെ ചിന്തിക്കാൻ വരട്ടെ, ജസ്പ്രീത് ബുംറ ഒരു അനിവാര്യമായ ഒരു പ്ലെയർ ആണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷെ അങ്ങനെ അങ്ങ് ഇന്ത്യൻ ടീമിനെ നമ്മളങ്ങ് കളയണോ എന്നൊരു ചോദ്യം കൂടി പ്രസക്തമല്ലേ എന്നുള്ളതാണ്. നമുക്കറിയാം, ബോർഡർ ഗവാസ്കർ സീരീസിനിടയിലാണ് ബുംറയ്ക്ക് പരിക്കേൽക്കുന്നത്. പക്ഷേ നമുക്ക് എല്ലാവർക്കും വേദന ഉണ്ടാകുന്ന കാര്യം, ആ സീരീസ് കൈവിട്ട് പോയിട്ട് പോലും എന്തിനാണ് ബുംറയെ കൊണ്ട് അധികം സ്ട്രെയിൻ എടുപ്പിച്ചത്, എന്തിനാണ് ബുംറയ്ക്ക് അധികമായ ഓവറുകൾ നൽകിയത്, ഈ ഒരു ചോദ്യം എപ്പോഴും നിലനിൽക്കുന്നതാണ്. കാരണം കൈവിട്ടു പോയ സീരീസ് എന്തായാലും മാജിക് ചെയ്താൽ പോലും ആ സീരീസ് നമുക്ക് തിരിച്ചു കിട്ടില്ല. പക്ഷേ വാങ്ങിച്ചു വരുത്തിയ അപകടമാണ് എന്നുള്ളതാണ് ബുംറയുടെ പരിക്കിനെ പറ്റി പറയാനുള്ളത്. പക്ഷേ ബുംറയുടെ പരിക്ക് മാത്രമല്ല, ബുംറ ടീമിൽ നിന്ന് മാറിയത് മാത്രമല്ലല്ലോ വാർത്ത. വരുൺ ചക്രവർത്തി വരികയാണ്. വരുൺ ചക്രവർത്തി ഈ ടീമിൽ ഇടം നേടുന്നു എന്നുള്ളത് വലിയൊരു സ്ട്രോങ് ഫാക്ടറാണ് കേട്ടോ. കാരണം വരുൺ ചക്രവർത്തി പോലൊരു മിസ്റ്ററി സ്പിന്നർ ടീമിൽ ഏറ്റവും അനിവാര്യമായ ഘടകമായി മാറാനുള്ള സാധ്യതകളൊക്കെ തന്നെ കൂടുതലാണ്. അതൊരു വശത്ത്. മാത്രമല്ല, ബുംറയ്ക്ക് പകരം വരുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നിരാശയായിട്ടുണ്ടാകുന്നത്. അത് ഹർഷിത് റാണയാണ്. ഹർഷിത് റാണയെ പോലൊരു പ്ലെയർ ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെൻറ്റിലേക്ക് വരുമ്പോഴേക്കും എത്രമാത്രം ഉയരും. ബുംറയെ കമ്പയർ ചെയ്യുകയോ അങ്ങനെയൊന്നുമില്ല. കാരണം ബുംറയും ഹർഷിത് റാണയും തമ്മിൽ കമ്പയർ ചെയ്യുന്നത് തന്നെ മണ്ടത്തരമാണ്. അങ്ങനെ ഒരു കമ്പാരിസണിലേക്ക് കടക്കുന്നില്ല. പക്ഷേ ഹർഷിത് റാണയ്ക്ക് എത്രമാത്രം ബുംറയുടെ ആ ഒരു സ്പേസ് ഫില്ല് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ചോദ്യം. ഒരു 10% ബുംറ കൊടുത്ത ആ സ്പേസ് റാണയ്ക്ക് ഫില്ല് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊരു വലിയ ഉപകാരമായി മാറുമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയുന്നത്. മാത്രമല്ല, ടീമിൻ്റെ ഘടകം ഒന്ന് നോക്കിക്കുക. 5 സ്പിന്നർമാരാണ് ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫിയിൽ വരുന്നത്. അതൊരു വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു തീരുമാനമാണ്. എന്തുകൊണ്ടാണ് 5 സ്പിന്നർമാരും 4 പേസർമാരും? ഞാൻ പറയുന്ന ഹാർദിക് പാണ്ഡ്യ ഉൾപ്പെടെയാണ് കേട്ടോ 4 പേസർമാർ. ഹാർദിക് പാണ്ഡ്യ ഒരു മീഡിയം പേസറാണെങ്കിൽ നമ്മൾ 3 ഫാസ്റ്റ് ബോളേഴ്സ് എന്ന് മാത്രം വിശേഷിപ്പിച്ചാൽ മതി. ഷമി, ഹർഷദീപ് സിംഗ് ആൻഡ് ഹർഷിത് റാണ, ഈ 3 പേസേഴ്സ് മാത്രമേ ഉള്ളൂ. പിന്നെ ഹാർദിക് പാണ്ഡ്യ എന്ന് പറയുന്ന മീഡിയം പേസർ മാത്രമാണ് നമ്മുടെ സ്ക്വാഡിലുള്ളത്. അങ്ങനെ വളരെ ഞെട്ടിപ്പിക്കുന്നതും കുറച്ച് തലവേദന സൃഷ്ടിക്കുന്നതുമായുള്ള ഇന്ത്യൻ ടീമാണ് നമ്മുടെ മുന്നിൽ ഇപ്പോൾ നിലവിലുള്ളത്. ബാറ്റിംഗ് ഓർഡർ നോക്കുകയാണെങ്കിൽ രോഹിത് ശർമ്മയുടെ സെഞ്ചുറി, 2ാം ഏകദിനത്തിൽ രോഹിത് ശർമ്മ നൽകിയ സെഞ്ചുറി കുറച്ച് ആശ്വാസം നൽകുന്നതാണ് എന്നത് പറയേണ്ടി വരും. ആ ഫോം ചാമ്പ്യൻസ് ട്രോഫിയിൽ രോഹിത് ശർമ്മ കൊണ്ടുവരികയാണെങ്കിൽ ഓപ്പണിങ്ങിൽ വലിയൊരു തലവേദന നമുക്ക് മാറ്റാം. കാരണം ശുഭ്മൻ ഗില്ലും രോഹിത് ശർമ്മയും തന്നെയാണ് ഓപ്പണിങ്ങിലേക്ക് ഇടം നേടുക. കാരണം ജയ്സ്വാൾ പുറത്തായി കഴിഞ്ഞു. ജയ്സ്വാൾ പുറത്തായിട്ടാണ് വരുൺ ചക്രവർത്തി ടീമിലേക്ക് വരുന്നത്. അപ്പോൾ ജയ്സ്വാളിനെ പറ്റി ചിന്തിക്കേണ്ട. ജയ്സ്വാൾ ഇല്ലാത്ത ഇന്ത്യൻ ടീമിനെ ഓപ്പൺ ചെയ്യുന്നത് എന്തായാലും ശുഭ്മൻ ഗില്ലും രോഹിത് ശർമ്മയും ചേർന്നാണ്. ശുഭ്മൻ ഗിൽ അടിപൊളി ഫോമിലാണ്. ശുഭ്മൻ ഏകദേശം ഓഡിയൻസിൽ തന്നെ മികച്ച ആവറേജ് ഉൾപ്പെടെ ശുഭ്മൻ ഗില്ലിനുണ്ട്. 50-ൽ പരം ആവറേജാണ് ശുഭ്മൻ ഗില്ലിനുള്ളത്. രോഹിത് ശർമ്മയ്ക്ക് ഇതേ ഫോം നിലനിർത്താൻ സാധിക്കണം എന്നുള്ളതാണ്. പക്ഷേ മറ്റൊരു തലവേദന വിരാട് കോഹ്ലിയുടെ ഫോമില്ലായ്മയാണ്. വിരാട് കോഹ്ലിക്ക് തുടരെ അവസരങ്ങൾ ലഭിച്ചിട്ട് പോലും വിരാട്ടിന് ഫോമിലേക്ക് ഉയരാൻ സാധിക്കുന്നില്ല. ചാമ്പ്യൻസ് ട്രോഫി പോലൊരു വേദിയിൽ വിരാട്ടിൻ്റെ കോൺട്രിബ്യൂഷൻ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് വിരാട്ടും എങ്ങനെയെങ്കിലും ഫോമിലേക്ക് എത്തുക എന്നുള്ളതാണ് ടോപ്പ് ഓർഡറിനെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത്. ശ്രേയസ് അയ്യർ മികച്ച ഫോമിൽ തന്നെയാണ്. അതുകൊണ്ട് ആ ഒരു പ്രശ്നം തൽക്കാലം ഉദിക്കുന്നില്ല. പിന്നെ ഉള്ളത് KL രാഹുൽ അല്ലെങ്കിൽ ഋഷഭ് പന്ത് എന്നൊരു ഡു ഓർ ഡൈ സിറ്റുവേഷനിലേക്കാണ്. കാരണം രണ്ടുപേർക്കും വളരെ പ്രധാനമാണ് ഈ ചാമ്പ്യൻസ് ട്രോഫി. ഋഷഭ് പന്തിനെ സംബന്ധിച്ചിടത്തോളം ടീമിലേക്ക് സ്ഥിരമായൊരു സാന്നിധ്യത്തിലേക്ക് എത്തുക എന്നുള്ളത് ഈ ചാമ്പ്യൻസ് ട്രോഫിക്ക് അനിവാര്യമാണ്. രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഫോം ഇൻ ഫോം ഔട്ട് അങ്ങനെ നിൽക്കുകയാണ് രാഹുലിൻ്റെ സിറ്റുവേഷൻ. രാഹുലിനും ഈ ചാമ്പ്യൻസ് ട്രോഫിയിൽ തിളങ്ങിയേ മതിയാവും. അതുകൊണ്ട് തന്നെ ആ ഒരു വിക്കറ്റ് കീപ്പർ സ്ലോട്ടിലേക്ക് ഇരുവരും തമ്മിലുള്ള കിടിലം മത്സരങ്ങൾ നടക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പക്ഷേ ഇന്ത്യൻ ടീം ഒരു മൊത്തത്തിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ പോലും ഇപ്പോൾ രവീന്ദ്ര ജഡേജ, അക്ഷർ പട്ടേൽ തുടങ്ങിയ ഓൾറൗണ്ടർമാർ എപ്പോഴും നമുക്ക് മുതൽക്കൂട്ടാണ്. ഇരുവരും നല്ല ഫോമിൽ തന്നെ തുടരുന്ന ഒരു സാഹചര്യവും നിലവിൽ നിൽക്കുകയാണ്. പക്ഷേ ബാറ്റിംഗ് ഓർഡർ, ബൗളിംഗ് ഓർഡർ ഇത് രണ്ടും പ്രശ്നമാണ്. ഹാർദിക് പാണ്ഡ്യ ഒരു ഓൾറൗണ്ടർ എന്ന രീതിയിലും മികച്ചൊരു പ്രകടനം കാഴ്ചവെച്ച് തുടരുകയും ചെയ്യുകയാണ്. അപ്പോൾ ഓൾറൗണ്ടർമാരല്ല നമ്മുടെ പ്രശ്നം ഓൾറൗണ്ടർമാരല്ലാത്ത ബാറ്റിംഗ് ബൗളിംഗ് പ്രശ്നങ്ങളാണ്. ഈ യൂണിറ്റുകൾ എങ്ങനെയായിരിക്കാം കൃത്യമായ ഒരു സെറ്റപ്പ് ചെയ്ത് കൃത്യമായ ഒരു രീതിയിലേക്ക് മാറി. ചാമ്പ്യൻസ് ട്രോഫി എന്ന് പറയുന്നത് നമുക്ക് അധികം മത്സരങ്ങളൊന്നുമില്ല. ആകെ 3 ഗ്രൂപ്പ് മത്സരങ്ങൾ മാത്രമാണുള്ളത്. അതും 3 കിടിലൻ ടീമുകളാണ് കേട്ടോ. ബംഗ്ലാദേശ്, ന്യൂസിലൻഡ്,
പാകിസ്ഥാൻ. ഈ 3 ടീമുകളെ നമുക്ക് കുറച്ച് കാണാനേ സാധിക്കില്ല. അത്രമേൽ ഗംഭീര ടീമുകളാണ് മൂവരും. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു ഔട്ട് ഓഫ് ഫോമിലാണെങ്കിൽ പോലും എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാൻ പറ്റുന്ന ഒരു സ്ക്വാഡാണ് പാകിസ്ഥാൻ്റെ. അതുകൊണ്ട് പാകിസ്ഥാനെ കുറച്ച് കാണാൻ പറ്റില്ല. ബംഗ്ലാദേശിനെ നമുക്ക് ഒരിക്കലും കുറച്ച് കാണാൻ പറ്റില്ല. പിന്നുള്ളത് ന്യൂസിലൻഡ് ടീമാണ്. ന്യൂസിലൻഡ് ടീമും അങ്ങും ഇങ്ങുമായിട്ട് നടക്കുകയാണെങ്കിൽ പോലും ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് വരുമ്പോൾ കാര്യങ്ങളൊക്കെ മാറും. ഫോം എന്ന് വിചാരിക്കുന്ന ടീം ഫോം ഔട്ട് ആവും, ഫോം ഔട്ട് എന്ന് വിചാരിക്കുന്ന ടീം ഫോം ആവും. അങ്ങനെ എല്ലാം മാറുന്ന ഒരു രീതിയിലാണ് ICCയുടെ ഒരു ടൂർണമെൻറ്റിലേക്ക് വരുമ്പോഴേക്കും എല്ലാ രാജ്യങ്ങളും ഒത്തു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കോമ്പിനേഷൻ എങ്ങനെയായിരിക്കും വർക്ക് ആവുക എന്നുള്ളത് വളരെ പ്രസക്തമാണ്. ബുംറ ഇല്ലാത്ത ഒരു ഇന്ത്യൻ സൈഡ് ഒരു ICC ടൂർണമെൻറ്റിലേക്ക് പോകുമ്പോൾ ബുംറയ്ക്ക് എപ്പോഴും പരിക്ക് വില്ലനായിട്ടുണ്ടെന്ന്. 2023 ICC ടൂർണമെൻറ്റിലും ബുംറയ്ക്ക് പരിക്കൊരു വില്ലനായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ പരിക്കുകൾ ബുംറയ്ക്ക്, കാരണം ബുംറയുടെ ആക്ഷൻ തന്നെ വളരെ വ്യത്യസ്തമാണ്. ബുംറയ്ക്ക് പരിക്കുകൾ ഏറെ സാധ്യത ഉണ്ടാകുന്ന ആക്ഷൻസാണ്. ആ ഒരു ആക്ഷൻ ബോർഡർ ഗവാസ്കർ സീരീസിലേക്ക് വന്നപ്പോഴേക്കും കൈവിട്ടു പോയൊരു പരമ്പരയിൽ ബുംറയെ കൊണ്ട് എറിയിപ്പിച്ചിട്ട് പരിക്ക് ഇരന്ന് വാങ്ങിയതുപോലൊരു തോന്നലാണ് ഉള്ളത്. അപ്പോൾ എങ്ങനെയായിരിക്കാം ഇന്ത്യക്ക് ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് എങ്ങനെ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും? ബുംറ ഇല്ലാതെ എങ്ങനെ ടീമിനെ ബോളിംഗ് നിര ശക്തമാക്കാൻ പറ്റുമോ? പേസ് ബോളിങ്ങിൽ വലിയൊരു പ്രതിസന്ധി നിൽക്കുകയാണ്, വലിയൊരു ആശങ്ക നിൽക്കുകയാണ്. അതെങ്ങനെ മറികടക്കാൻ സാധിക്കും എന്നുള്ളത് കണ്ടറിഞ്ഞ് കാണേണ്ടത്.